നിങ്ങൾ സഖാവ് EMS പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നായനാരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഴീക്കോടൻ രാഘവനെ അഴിമതിക്കോടൻ എന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ AKGയെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഗൗരിയമ്മയെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന 101ന്റെ സമരേതിഹാസം സഖാവ് VS-നെയും മകനെയും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൺമറഞ്ഞു പോയ സഖാവ് കോടിയേരിയുടെ കുടുംബത്തെ നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്. നിങ്ങളിപ്പോ സഖാവ് പിണറായിയുടെ ചോര കുടിക്കാൻ ഇവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഞങ്ങളുടെ ഒരു സഖാവിനെ വേണ്ട, ഞങ്ങളുടെ ഒരു അരസഖാവിന്റെ ഒരു രോമം തൊടാൻ നിങ്ങളുടെ അന്വേഷണത്തിന്, നിങ്ങളുടെ ഭരണാധികാരി ഗർവിന് ഈ കേരളത്തിന്റെ ചരിത്രത്തിലായിട്ടില്ല. ഇതിന്റെ പേരാണ് CPIM, ഇതിന്റെ പേരാണ് ഇടതുപക്ഷം. അവിടെയും നിന്നില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ടൂളായി ഒരു ഗവർണറെ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചുവപ്പ് കണ്ട കാളാണ് ഈ നാട്ടിലെ ആളുകൾക്കറിയാം, കറുപ്പ് കണ്ട കാളാണ് ഈ നാട് കേട്ടു. ഒരു കാളക്കൂറ്റൻ ഈ മിഠായി തെരുവ് കൂടെ ഇറങ്ങി ഓടിയത് ഈ നാട് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ RSSന്റെ കത്തുമായിട്ട് കയ്യിൽ കെട്ടുകെട്ടി കക്ഷത്ത് ഇഷ്ടിക വെച്ച് നെഞ്ചിന്റെ അളവ് കൂട്ടി RSS വന്നപ്പോ ഞങ്ങളുടെ SFIന്റെ കുട്ടിയോള് ആൺപെൺ വ്യത്യാസമില്ലാതെ ആ സമരത്തിന്റെ മുമ്പിൽ നിന്നൊരു നിൽപ്പുണ്ട്. ആ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ RSS ആണ്, നിങ്ങൾ പുറത്തേക്ക് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിനെയും ലീഗിനെയും അകത്തേക്ക് കടത്തിയിട്ട് RSS പുറത്തു നിർത്തിയ ഞങ്ങളുടെ SFIന്റെ കുട്ടികൾ ഉയർത്തിയ ആ രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം RSSന്റെ ശാഖയ്ക്ക് കാവല് നിൽക്കണ സുധാകരനും VD സവർക്കറുടെ മുമ്പില് മെഴുകുതിരി കൊളുത്തുന്ന സതീശനും ശോഭയാത്രയ്ക്ക് നിലവിളക്ക് കൊളുത്താൻ പോയ മുനീർ സാഹിബിനും 100 ജന്മം ജനിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. ഈ നാട് അത് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടുണ്ടാകുന്നതാണ്? ഒറ്റ കാരണമേ അതിനുള്ളൂ. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് തുടർച്ചയായി 8 കൊല്ലക്കാലത്തിലധികം ഈ കേരളത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്നു എന്നതാണ്. ഇന്ന് ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, വലതുപക്ഷം, വർഗീയത, മാധ്യമ പുങ്കവന്മാർ എല്ലാവരും ചേർന്ന് ഈ നാട്ടിൽ നടത്തുന്ന ഈ രൂപത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റില്ലാത്ത കുറ്റല്ല, നമ്മുടെ ആളുകൾക്കിടയിൽ പോലും ഒന്നാം ഗവൺമെന്റിന്റെ അത്ര പോരാ, ഈ രണ്ടാം ഗവൺമെന്റ് എന്ന് തോന്നിക്കുന്ന വിലയിൽ ഈ നാട്ടിൽ പ്രചണ്ഡമായ പ്രചരണമാണ് വലതുപക്ഷം മാധ്യമങ്ങൾ ഈ നാട്ടിൽ നടത്തിയത് എന്ന് നമ്മൾ കാണണം. എന്തുകൊണ്ടാണ് ഒന്നാം ഗവൺമെന്റിന്റെ അത്ര പോരാ ഈ ഗവൺമെന്റ് എന്ന് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വരാനുള്ള കാരണം? ആ കാരണത്തിന് ഉത്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, 8 കൊല്ലം മുമ്പുള്ള കേരളം ഏതാണ്? സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2016 ഒരു കേരളമുണ്ട്. ആ കേരളത്തിൽ നിന്ന് 2021 5 കൊല്ലം ഈ കേരളം കടന്നു പോയപ്പോ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 2016 നിന്ന് 17 മാറ്റം പ്രകടമാണ്. അത് ഈ നാട്ടിലെ ആളുകളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണ്. ഏതാണ് ആ കേരളം? 12 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്ന കേരളം, 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായ കേരളം, നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് പോലും പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കുട്ടികൾ പഠിച്ച കേരളം, സരിതാ നായരും ശാലുമേനോനും ജോപ്പനും ജിക്കുമോനും സലീം രാജും അരയിൽ തുണിയില്ലാതെ അരങ്ങാടിയ കേരളം. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ സഖാവ് EMS മുതലുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഒരു തുള്ളി വെള്ളം കുടിക്കാതെ 14 മണിക്കൂർ സമയം ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ ബബ്ബ എന്ന് പറഞ്ഞിരുന്ന കാലം, ആ കാലമാണ് ഉമ്മൻചാണ്ടിയുടെ കാലം, വലതുപക്ഷ കാലം. അവിടെ നിന്നാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളം ഇന്നു കാണുന്ന കേരളമായത്. അവിടെ നിങ്ങൾ നോക്കൂ, എല്ലാം പറയുന്നില്ല, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. വൈദ്യുതി മേഖല നോക്കൂ. ഈ താനൂരിൽ ഈ സംസാരം കേട്ട് അപ്പുറത്തെങ്ങാനും നിൽക്കുന്ന ലീഗോ കോൺഗ്രസോ ആയ മനുഷ്യർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ പറയണം. 2016 8 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ 12 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു.
ഈ 2024 താനൂരിൽ ഈ നാടിന്റെ ഇടവഴികളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലെ 10 വയസ്സായ കുട്ടിക്ക് ലോഡ് ഷെഡിങ് എന്താണെന്നറിയുമോ? പവർ കട്ട് എന്താണെന്നറിയുമോ? റോഡിന്റെ അപ്പുറത്ത് 7 മണിക്കും ഇപ്പുറത്ത് 7:30ക്കും കട്ടായിട്ട് പകുതി സീരിയൽ കണ്ടിട്ട് കഥ മുഴുമിപ്പിക്കാൻ വേലിപ്പുറത്ത് നിന്ന് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് കഥ മുഴുമിപ്പിക്കാൻ വിളിച്ചു ചോദിച്ചത് 80 കൊല്ലം മുമ്പല്ല, 8 കൊല്ലം മുമ്പാണ് എന്ന് ഈ നാട്ടിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. 8 കൊല്ലം മുമ്പ് വോൾട്ടേജ് ക്ഷാമം, ബൾബ് കാണാൻ ടോർച്ച് അടിച്ചു നോക്കിയിട്ടുണ്ട് ഈ കേരളത്തിൽ. പ്രിയപ്പെട്ടവരെ, 8 വർഷക്കാലത്തിന് പുറത്ത് വോൾട്ടേജ് ക്ഷാമം എന്നൊരു വാക്ക് ഈ കേരളം കാണുന്നുണ്ടോ? ഗുണനിലവാരമുള്ള വൈദ്യുതി വന്നു. കൊച്ചി ഇടമൺ പവർ ഹൈവേയുടെ പണി പൂർത്തീകരിച്ചു. നിരവധിയായ ചെറുകിട വൈദ്യുത സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ, ജലവൈദ്യുത പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ടായി. അപേക്ഷിച്ചാൽ അപ്പോൾ കറണ്ട് കിട്ടി. ഈ കൊടിയ വേനൽക്കാലത്ത് പോലും അരമണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ ശക്തമായ പവർ മാനേജ്മെന്റിലൂടെ ഈ കേരളത്തെ ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോയി. നിങ്ങൾ ആരോഗ്യ മേഖല നോക്കൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കിട്ടുന്ന നാടിന്റെ പേര് കേരളം എന്നാണ്. അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താവുന്ന ഗവൺമെന്റ് ആശുപത്രിയുള്ള നാട് ഈ കേരളമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കെടുപ്പിൽ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രികളുള്ള നാട് ഈ കേരളമാണ്. ആശാ വർക്കർമാർ മുതൽ മെഡിക്കൽ കോളേജ് MD വരെ കണ്ണിചേരുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ കരുത്തുള്ള നാട് ഈ കേരളമാണ്. ജനകീയ ആരോഗ്യ രംഗത്ത് ഈ കേരളം ബദൽ നിർത്തുപോകുന്നു. വിദ്യാഭ്യാസ രംഗം നിങ്ങൾ നോക്കൂ. ഉണക്കമീനും ചകിരിക്കാറും വിറ്റാൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ താനൂരിലും അങ്ങാടിയിലും ആൾക്കാർക്കും അറിയും. പക്ഷെ സ്കൂൾ നടത്തുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണെന്ന് ഈ ജില്ലയിൽ നിന്നുള്ളൊരു ലീഗിന്റെ മന്ത്രി ഈ നാട്ടിൽ പ്രഖ്യാപിച്ച് 100 കണക്കിന് സ്കൂളുകൾ വിൽക്കാൻ വെച്ചൊരു കാലത്ത് നിന്ന് 300-ലധികം സ്കൂളുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കെട്ടി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്തി 7 കൊല്ലം പിന്നിടുമ്പോ 8.5 ലക്ഷം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പേരുവെട്ടി പൂമ്പാറ്റകളെ പോലെ തുള്ളിച്ചാടി കേരളത്തിന്റെ പൊതുവിദ്യാലയ മേഖലയ്ക്ക് പറന്നു വന്ന അഭിമാനകരമായ ഒരു കാലം ഈ ഇടതുപക്ഷ കാലമല്ലാതെ ഈ നാടിന് ഓർമ്മയുണ്ടോ? ഇത് വെറുതെ വന്നതല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ 45 ലക്ഷം കുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. 45,000 ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു കൊല്ലം, അടുത്ത കൊല്ലം സ്കൂൾ തുറക്കുമ്പോൾ പഠിക്കാനുള്ള പാഠപുസ്തകം ഇക്കൊല്ലം സ്കൂൾ പൂട്ടുന്നതിന്റെ മുമ്പ് അച്ചടിച്ച് കെട്ടുകെട്ടാക്കി നമ്മുടെ കുട്ടികളുടെ കൈകളിൽ എത്തിച്ചൊരു കാലം സഖാവ് പിണറായി കാലത്തല്ലാതെ ഈ കേരളത്തിന് ഓർമ്മയുണ്ടോ? ഇതല്ലേ ഈ നാട്ടിൽ രാഷ്ട്രീയം പറയുന്നവർ ഈ നാട്ടിൽ പറയേണ്ടത്? നിങ്ങളെല്ലാ കാര്യവും, പെൻഷന്റെ കാര്യം നോക്കൂ. 62 ലക്ഷം ആളുകൾക്ക് 1,600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഒരു നാട് ഈ ലോകത്ത് മറ്റൊരു നാടുണ്ടോ? 62 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ. പെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. ഇത് വെറുതെ കർഷക തൊഴിലാളിക്ക് 45 രൂപ എല്ലാ മാസവും കൊടുക്കാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചതല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ലാതെ മണ്ണിൽ പണിയെടുക്കണ മനുഷ്യന് പെൻഷൻ കൊടുക്കാൻ പറ്റും എന്ന് ഈ നാടിനെ പഠിപ്പിച്ച പ്രസ്ഥാനം ഈ ചെങ്കൊടിയുടെ പ്രസ്ഥാനമാണ് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ. ആർക്കാണ് തർക്കമുള്ളത്? നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ കറുപ്പ് മോശമാണെന്നും വെളുപ്പ് ശ്രേഷ്ഠമാണെന്നും ഒരു പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ട്. കുങ്കുമപ്പൂ കഴിച്ച കുട്ടികൾ വെളുക്കുന്ന, ഗർഭിണികൾ കുങ്കുമപ്പൂ കഴിക്കണമെന്ന് എവിടെയും പറഞ്ഞതല്ല. നമ്മുടെ നാട്ടിൽ ജാതി ജന്മി നാടുവാഴിത്തത്തിന്റെ ഉൽപ്പന്നമായി ഇവിടെ ഉരുണ്ടുകൂടിയ ഒരു പൊതുബോധമാണ്. ആ പൊതുബോധം ഇപ്പോഴും ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ കൊല്ലങ്ങൾ കേട്ടു. മോഹിനിയാട്ടം കളിക്കാൻ തൊലി വെളുക്കണമെന്ന് ഒരു അമ്മായി ഈ നാട്ടിൽ പറഞ്ഞു 2023-ൽ. നിങ്ങൾ നോക്കൂ, 1980-ലാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കർഷക തൊഴിലാളിക്ക് 45 രൂപ പെൻഷൻ. എങ്ങനെ നമ്മുടെ നാട്ടിൽ തൊലി കറുത്തവരും വെളുത്തവരുണ്ടായത്? എങ്ങനെയാണ് കറുപ്പ് മോശമായത്, വെളുപ്പ് ശ്രേഷ്ഠമായത്? ഈ ജാതി ജന്മി നാടുവാഴിത്വം കൊടികുത്തി വാണ കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജന്മി തമ്പുരാക്കന്മാർ അപ്പുറത്ത് നിന്ന് ഒരു കൂവല് കൂവുമ്പോ മറുകൂക്ക് കൂവി കെട്ടിയവളെ കൂട്ടി കുട്ടികളെ തനിച്ചാക്കി ചൂട്ടുകട്ട കത്തിച്ച് ഈ ജന്മി തമ്പുരാക്കന്മാരുടെ കൃഷിക്കളങ്ങളിൽ ഇങ്ങനെ ആണ്ടുമുഴുകി പണിയെടുക്കുമ്പോ ജന്മിമാരെ കണ്ടാൽ തലകുനിച്ച്, കാര്യസ്ഥനെ കണ്ടാൽ നടുവളച്ച് പകലന്തിയോളം ഇങ്ങനെ പണിയെടുത്തു. പ്രിയപ്പെട്ടവരെ, കൊടും വേനലിനെ, കൊടും തണുപ്പിനെ, പെരുമഴയെ കൂസാതെ മണ്ണിൽ കനകം വിളയിക്കാൻ പ്രകൃതിയോട്
മല്ലടിച്ച് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ശരീരം ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് കരുവാളിച്ച് വീടിന്റെ മൂലയിൽ മണ്ടനുരുളി പണയം വെച്ചതുപോലെ ഈ നാട്ടിലെ കാരണവന്മാർ നിന്നപ്പോ കേരളത്തിലെ ഇടതുപക്ഷം തീരുമാനിച്ചു. എങ്ങനെ തൊലിവെടുത്തവരുണ്ടായത്? ഈ ജാതി ജന്മിത്വം കൊടികുത്തി വാണകാല തന്തപുരങ്ങളിൽ ജന്മി തമ്പുരാക്കന്മാരുടെ കൊട്ടകൊത്തളങ്ങളിൽ അകത്തളങ്ങളിൽ ഉണ്ടുറങ്ങി അമ്പക്കം വിട്ട് നാലും കൂട്ടി മുറുക്കി കഥകളിപ്പദങ്ങളിൽ അഭിരമിച്ച് അടിയാള പെണ്ണിന്റെ അടിവയറ് നോക്കി അവിടെ ഇരുന്ന മനുഷ്യൻ ഇങ്ങനെ തൊലിവെടുത്തപ്പോ അവൻ യജമാനനായി, സമ്പത്തുള്ളവനായി, അവൻ വരേണ്യവർഗത്തിന്റെ പ്രതിനിധിയായി, അധികാരമുള്ളവനായി, അവൻ വാഴ്ത്തപ്പെട്ടവനായി, മണ്ണിൽ പണിയെടുത്തവൻ തൊലികറുത്തവനായി, അസ്പൃശ്യനായി, അധകൃതനായി, മാറ്റി നിർത്തപ്പെടേണ്ട മനുഷ്യനായി. ആ കാലത്താണ് പ്രിയപ്പെട്ടവരെ ഈ പകലന്തിയോളം പണിയെടുത്ത് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തൊലി ചുക്കി ചുളിഞ്ഞ മനുഷ്യരെ ചേർത്തു പിടിക്കേണ്ടത് ആധുനിക സമൂഹത്തിന്റെ കടമയാണ് എന്ന് ഈ ലോകത്തോട് 45 രൂപ പ്രതിമാസ പെൻഷനിലൂടെ പ്രഖ്യാപിച്ച പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ. ഇപ്പോൾ 1600 പെൻഷൻ. 62 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ. കർഷക തൊഴിലാളിക്ക് പെൻഷനുണ്ട്, കൃഷിക്കാരന് കിസാൻ അഭിമാൻ എന്ന പേരിൽ പെൻഷനുണ്ട്, അലക്ക് തൊഴിലാളിക്കുണ്ട്, ആനപ്പാപ്പാനുണ്ട്, നമ്മുടെ നാട്ടിൽ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവനുണ്ട്, മത്സ്യത്തൊഴിലാളിക്കുണ്ട്, പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക്, തോട്ടം തൊഴിലാളികൾക്ക്, മോട്ടോർ തൊഴിലാളികൾക്ക്, മദ്രസാധ്യാപകന്, അമ്പലം ജീവനക്കാർക്ക്, കഴകക്കാരന്, 50 വയസ്സ് വരെ കല്യാണം കഴിയാത്ത സഹോദരിക്ക് പെൻഷനുള്ളൊരു നാട് ഈ ലോകത്തുള്ളൂ. ആ നാട് കേരളമാണ്. 1600 രൂപ എന്ന് പറഞ്ഞതിന്റെ പച്ചയായ മലയാളം ഒരു ദിവസം 50 രൂപയിൽ കൂടുതൽ എന്നാണ്. ഒരു ദിവസം 50 രൂപയിൽ കൂടുതൽ 62 ലക്ഷം ആളുകൾക്ക് കരുതൽ വെക്കുന്ന ഒരു നാട് ഈ ലോകത്ത്, ഈ ചോര ചെങ്കൊടി പാർന്ന കേരളമല്ലാതെ ഈ ലോകത്തൊരു നാടില്ല. എന്നിട്ട് ഈ പ്രസ്ഥാനത്തിനു നേരെ, ഈ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റിന് നേരെ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരെ ഈ നാടിന്റെ തെരുവിൽ എന്തെല്ലാമാണ് ഇവർ എഴുന്നള്ളിക്കുന്നത് എന്ന് ഈ നാട് തിരിച്ചറിയണം. ഇങ്ങനെ ഈ കേരളം മുന്നോട്ട് പോയി. വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളെ കേരളം നേരിട്ടു. രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വന്നു. ഞാനിവിടെ പ്രളയത്തെക്കുറിച്ച് പറയുന്നില്ല, നിപ്പയെക്കുറിച്ച് പറയുന്നില്ല, നമുക്കറിയാം നമ്മുടെ കോവിഡ് കാലത്തെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ ആളുകൾക്കറിയും ഇവിടെയെല്ലാം ഇടതുപക്ഷ ബദൽ ഈ കേരളം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സൂക്ഷ്മാണുവിന്റെ മുന്നിൽ ഈ ലോകം വിറങ്ങലിച്ചു നിന്നതാണ് കോവിഡിന്റെ മുന്നിൽ. നമുക്കറിയും അന്ന് രാജ്യം ഭരിക്കുന്ന ഒരു ആകാശത്തേക്ക് ടോർച്ചടിക്കാൻ പറഞ്ഞത് ഈ നാട് മറന്നിട്ടില്ല. തെരുവിലിറങ്ങി പാത്രം കൊട്ടാൻ പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. ഈ കേരളം ശാസ്ത്രം പറഞ്ഞു, ഈ കേരളം യുക്തിബോധം പഠിപ്പിച്ചു. കൈകഴുകി തോൽപ്പിക്കാൻ കോവിഡ് ചങ്ങലയെ എന്നീ നാടിനെ പഠിപ്പിച്ചു. മുഖാവരണം വെപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, സാമൂഹികമായ അകലം പാലിപ്പിച്ച് ആളുകളെ നിർത്തി ഈ കേരളം അടച്ചിട്ടു. കേരളത്തിലെ ജനങ്ങളെ സുരക്ഷിതരാക്കി. മരണസംഖ്യ കുറഞ്ഞു. ഈ കേരളം സമ്പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, കേരളം അടക്കാൻ പോവുകയാണ്, എല്ലാവരും വീടിനകത്തിരിക്കണം, ആരും തൊഴിലിന് പോകരുത്, ഈ കേരളം ഇനി മുതൽ സമ്പൂർണ്ണമായി അടയ്ക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ കിട്ടിയ സഞ്ചിയുമെടുത്ത് ഈ നാടിന്റെ തെരുവിലൊക്കെ ഓടിയ ആളുകളെ നമുക്കറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി തുടർന്ന് പറഞ്ഞു, ഇത് മാവേലി നാടാണ്, ഇത് മലയാള നാടാണ്, ഈ നാട്ടിൽ ആരും പട്ടിണി കിടന്നു മരിക്കില്ല. പ്രിയപ്പെട്ടവരെ, പറയുക മാത്രമല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, തെരുവിൽ അലയുന്നവരുണ്ട്, മാനസിക വിഭ്രാന്തിയുള്ള ണ്ട്, വീട്ടിലൊറ്റപ്പെട്ടവരുണ്ട്, തെരുവിലലയുന്ന പട്ടികളുണ്ട്, കാട്ടിലെ കുരങ്ങന്മാരുണ്ട്, അമ്പലത്തിലെ വളർത്തുമൃഗങ്ങളുണ്ട്, ഇവർക്കെല്ലാം വിശപ്പുണ്ട്. പഞ്ചായത്ത് കേന്ദ്രങ്ങൾ അടുക്കള തുറക്കണം, ചോറുണ്ടാക്കണം, ഇലവാട്ടി പൊതിയണം, നാട്ടു നന്മയായി ഇത് നാട്ടിൽ പരന്നൊഴുകണം. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, യൂത്ത് ലീഗും കോൺഗ്രസും പറഞ്ഞു, സൗജന്യ കിറ്റ് വോട്ടിനുള്ള കിറ്റാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മുന്നിൽ ഈ കേരളം വരച്ചിട്ടു. തെരുവ് പട്ടികൾക്ക്, കാട്ടിലെ കുരങ്ങന്, വളർത്തുമൃഗങ്ങൾക്ക്, അമ്പലത്തിലെ വളർത്തുമൃഗങ്ങൾക്ക് അവർക്ക് വോട്ടില്ല, പക്ഷെ അവർക്ക് ജീവനുണ്ട്. ജീവനുള്ളവർക്കെല്ലാം വിശപ്പുണ്ട്, ജീവനുള്ളവർക്കെല്ലാം വിശപ്പുണ്ട് എന്ന തിരിച്ചറിവുണ്ടല്ലോ. ആ തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന രാഷ്ട്രീയമെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചപ്പോഴാണ് 99ന്റെ അഭിമാന വിജയമായി ഈ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നത്. അവിടെ നിങ്ങൾ നോക്കൂ, ഇതിനെ തകർക്കാൻ സകലവിധ പരിപാടികളും അവർ നടത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിച്ചു പോകാതെ സൂചിപ്പിച്ചു പോകുന്നു. ആദ്യത്തെ 6 മാസം നിങ്ങൾക്കറിയും, ഡസൻ കണക്കിന് നമ്മുടെ സഖാക്കളെ കൊന്നു.
എന്നിട്ട് നമ്മുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി ഈ നാട്ടിൽ പലരും ചോദിച്ചു, നിങ്ങളുടെ സഖാക്കളെ ഇങ്ങനെ കൊന്നു തള്ളുമ്പോ അതിൽ സനൂപുണ്ട്, അതിൽ അബ്ദുറഹ്മാനുണ്ട്, അതിൽ സഖാവ് ധീരജ് ഉണ്ട്, ഇവരെയെല്ലാം കൊന്നു തള്ളിയപ്പോഴും തിരിച്ചടിക്കാതെ, തിരിച്ചൊരു കൊലപാതകം നടത്താതെ നിങ്ങൾ CPM-കാർ, നിങ്ങൾ സഖാക്കൾ നാണമില്ലാത്ത മൗനം പാലിക്കുന്നു, അധികാരം നിലനിർത്താനല്ലേ എന്ന മറ്റേ ചോദ്യം നമ്മുടെ മുഖത്തിങ്ങനെ മൂക്കിന് ചൂണ്ടി നമ്മളെ എതിർക്കുന്നവർ ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മധൈര്യം കൈവിടാതെ ഞാനും നിങ്ങളും ഈ നാടിന്റെ തെരുവിൽ ഈ ചെങ്കൊടി പിടിച്ചു നിന്നു. ഇന്ന് ഈ വേദിയിൽ നമ്മൾ ആദരിച്ച വനജ ചേച്ചിയെ നമുക്കറിയാം. അനശ്വരനായ രക്തസാക്ഷി സഖാവ് ദാമുവേട്ടന്റെ ജീവിത പങ്കാളിയാണ്. 550-ലധികം സഖാക്കളെ വർഗീയവാദികൾ, വലതുപക്ഷം, മാടമ്പിമാർ, ഭരണകൂട ഭീകരത ഈ നാടിന്റെ തെരുവിൽ കൊന്നു തള്ളിയപ്പോ പകുതി താഴ്ത്തിക്കെട്ടിയ ചെങ്കൊടിയും പ്രിയപ്പെട്ടവരെ നെഞ്ചത്ത് കറുത്ത ബാഡ്ജും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഞാനും നിങ്ങളും നടന്നു പോയ മറ്റൊരു പ്രസ്ഥാനവും ഈ ഭൂമി മലയാളത്തിലില്ല എന്ന് ഈ നാടിനോട് പറയാതെ നമ്മൾ പറഞ്ഞു. മാമൻ മാപ്പിള പഠിച്ച പള്ളിക്കൂടത്തിലല്ല ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചതെന്ന് ഈ നാടിനെ തെളിയിച്ച് ഈ കേരളത്തിലെ പാർട്ടി മുന്നോട്ട് പോയി. പിന്നീട് നമ്മൾ പലതും കണ്ടു. ഞങ്ങളുടെ ജില്ലയിൽ 2 മതത്തിൽപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കി. ഈ കേരളം അത് സമ്മതിച്ചു കൊടുത്തില്ല. എന്നാലും ഈ കേരളത്തെ തകർക്കണമെന്ന് ഇവർ സ്വപ്നം കണ്ടു. പല വഴികൾ അന്വേഷിച്ചു. കേരളത്തിന് തരാനുള്ള പദ്ധതി വിഹിതം തടഞ്ഞു. കേന്ദ്ര ഭരണാധികാരികളെ സമീപിച്ചു. കേരളത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ നോക്കി. GST വിഹിതം തന്നില്ല, പദ്ധതി വിഹിതം തടഞ്ഞു വെച്ചു. നമ്മുടെ കടമെടുപ്പിന്റെ പരിധി കുറച്ചു. GST കുടിശ്ശിക തന്നില്ല, നെല്ലെടുത്ത തുകയിലെ പണം തന്നില്ല, പെൻഷന്റെ വിഹിതം തന്നില്ല. കേരളത്തെ തകർക്കാൻ നോക്കിയപ്പോൾ എന്താണ് ഈ കേരളം ചെയ്തത്? ഞങ്ങളെ എതിർക്കുന്നവർ ഈ നാട്ടിൽ നിന്ന് പുനർവിചിന്തനം ചെയ്യണം. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അധികാരഗർവിന്റെ മൂക്കിന് താഴെ ഡൽഹിയിൽ സമരപ്പന്തൽ കെട്ടി ഈ നാടിനോട് പറഞ്ഞു, ഇന്ത്യ ഫെഡറൽ സ്റ്റേറ്റുകളുടെ ഈ നാട്ടിൽ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ഏകശിലയിൽ കൊത്തിയ നാടല്ല. സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. കേന്ദ്ര ഭരണാധികാരികൾക്ക് അവരുടെ അവകാശങ്ങളുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത്. അവിടെ സമരം ഇരുന്നപ്പോ തമിഴ്നാട്ടുകാർ വന്നു, പഞ്ചാബികൾ വന്നു, ഡൽഹിക്കാർ വന്നു. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. നമ്മൾ കോടതിയിൽ പോയി കോടതിക്കിടക്കാല ഉത്തരവിലൂടെ പറയേണ്ടി വന്നു, ഈ കേരളത്തിന് അർഹതപ്പെട്ട് നൽകണം. പ്രിയപ്പെട്ടവരെ, 1-ാം ഗഡു 2024 മാർച്ച് മാസത്തിൽ ഈ കേരളം പൊരുതി നേടി. ഈ നാട് മറന്നിട്ടില്ല. പിന്നീട് നമ്മൾ എന്താണ് കണ്ടത്? പിന്നീട് കണ്ടത് അന്വേഷണ ഏജൻസികളുടെ മഹാപ്രവാഹമാണ്. CBI വന്നു, ED വന്നു, കസ്റ്റംസ് വന്നു, പലരും വന്നു, വട്ടമിട്ട് പറന്നു. AI ക്യാമറ വിവാദം പറഞ്ഞു, ലൈഫ് മിഷൻ വിവാദം പറഞ്ഞു, ബിരിയാണി ചെമ്പിലെ സ്വർണം പറഞ്ഞു, ഈന്തപ്പഴത്തിന്റെ ഉള്ള സ്വർണം പറഞ്ഞു, KT ജലീലിനെ തൊലിക്കാതെ വിഴുങ്ങാൻ വന്നു, പിണറായി വിജയന്റെ വീട്ടുകാരെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പറഞ്ഞു. കരുവന്നൂർ പറഞ്ഞു, പലതും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഓരോന്നും പുറത്തു വന്നു. കരുവന്നൂർ അരവിന്ദാക്ഷനെതിരെ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. അവരെ വെറുതെ വിട്ടു. മാധ്യമങ്ങൾ അതൊന്നും ഇവിടെ പറയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം, ഇടതുപക്ഷത്തിൽ നിൽക്കുന്നവർക്കറിയാം, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ പ്രസ്ഥാനം ഏത് പ്രസ്ഥാനമാണെന്ന്. നിങ്ങൾ നോക്കൂ, ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് പറയാനാകും, ഈ താനൂരങ്ങാടിയിൽ, തിരൂരങ്ങാടിയിൽ, ഈ കേരളത്തിന്റെ ഏത് നഗര ഗ്രാമങ്ങളിലും 4 ആൾ കൂടുന്നിടത്തെവിടെയും ഈ ചെങ്കൊടിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എനിക്കും നിങ്ങൾക്കും അഭിമാനത്തോടെ ഈ നാടിന്റെ മുഖത്ത് നോക്കി പറയാനാകും, ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ നിങ്ങൾ സഖാവ് EMS-നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നായനാരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഴീക്കോടൻ രാഘവനെ അഴിമതിക്കോടൻ എന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ AKG-യെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഗൗരി അമ്മയെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന 101-ന്റെ സമരേതിഹാസം സഖാവ് VS-നെയും മകനെയും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൺമറഞ്ഞു പോയ സഖാവ് കോടിയേരിയുടെ കുടുംബത്തെ നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്. നിങ്ങളിപ്പോ സഖാവ് പിണറായിയുടെ ചോര കുടിക്കാൻ ഇവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഞങ്ങളുടെ ഒരു സഖാവിനെ വേണ്ട, ഞങ്ങളുടെ ഒരു അരസഖാവിന്റെ ഒരു രോമം തൊടാൻ നിങ്ങളുടെ അന്വേഷണത്തിന്, നിങ്ങളുടെ ഭരണാധികാരി ഗർവിന് ഈ കേരളത്തിന്റെ ചരിത്രത്തിലായിട്ടില്ല. ഇതിന്റെ പേരാണ് CPIM, ഇതിന്റെ പേരാണ് ഇടതുപക്ഷം. അവിടെയും നിന്നില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ കേരളത്തെ തകർക്കാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ടൂളായി ഒരു ഗവർണറെ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചുവപ്പ് കണ്ട കാളാണ് ഈ നാട്ടിലെ ആളുകൾക്കറിയാം, കറുപ്പ് കണ്ട കാളാണ് ഈ നാട് കേട്ടു. ഒരു കാളക്കൂറ്റൻ ഈ മിഠായി തെരുവ് കൂടെ ഇറങ്ങി ഓടിയത് ഈ നാട് കണ്ടു. പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? എന്താണ് അതിനുള്ള കാരണം?
നമുക്കറിയാം, ഈ ഇന്ത്യയിൽ ഫാസിസം പിടിമുറുക്കുമ്പോഴും ഈ നാടിന്റെ തെരുവിൽ നല്ല ചിന്തയുള്ള ഒരു പുതിയ ചെറുപ്പം ഈ നാടിന്റെ തെരുവിൽ വളരുന്നുണ്ട്. നമ്മുടെ കലാലയങ്ങളിൽ, സർവകലാശാലകളിൽ, അത് നെഹ്റു യൂണിവേഴ്സിറ്റി ആകാം, അത് സിംല യൂണിവേഴ്സിറ്റി ആകാം, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആകാം, പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയാകാം, കേരളത്തിലെ സർവകലാശാലകളാകാം, എല്ലാ സർവകലാശാലകളിലും വിഭജനത്തിനെതിരായി മതനിരപേക്ഷതയുടെ, യുക്തിചിന്തയുടെ, ചരിത്രത്തെ മുറുകെ പിടിക്കുന്ന നല്ല മനുഷ്യരുടെ ഐക്യനിര രക്തനക്ഷത്രാങ്കിത സുപ്രപതാകയിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നാലേഖനം ചെയ്ത പുതിയ തലമുറ ഈ നാടിന്റെ തെരുവിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിന് ദിശാബോധം നൽകുന്ന ഒരു നാട് ഈ കേരളമാണ്. അതുകൊണ്ടോ ഈ കേരളത്തെ തകർക്കണം, ഇവിടത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കണം. നമുക്കറിയാം, നമ്മുടെ സർവകലാശാലകളിൽ ചാൻസലർ പദവിയിൽ ഗവർണർ ഇരിക്കുന്നുണ്ട്. അത് ഭരണഘടനാപരമല്ല, അത് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് നിയമത്തിന്റെ ഭാഗമായിട്ടല്ല, കേരളത്തിലെ നിയമസഭാ നിയമത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു, ഇനി മുതൽ കേരളത്തിന്റെ സർവകലാശാലകളിൽ ചാൻസലർ പദവിയിൽ ഗവർണർമാർ ഇരിക്കേണ്ടതില്ല, വിവിധ മേഖലകളിൽ കഴിവും പ്രാവീണ്യമുള്ള മനുഷ്യരെ തീരുമാനിക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു ജനകീയ ഗവൺമെന്റ് പാസാക്കിയ ബില്ലുകൾ, നിയമങ്ങൾ ഒപ്പിട്ട തള്ളക്കോഴി മുട്ടയുടെ മുകളിൽ ചിറക് വിരുത്തിയിരിക്കുന്നത് പോലെ കേരളത്തിലെ ഗവർണർ ഇരുന്നപ്പോ ഈ കേരളത്തിലെ ഗവൺമെന്റ് കോടതിയിൽ പോയി, കോടതിക്ക് പോലും പലതവണ പറയേണ്ടി വന്നു. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, RSSന്റെ ചട്ടകമായി ഈ നാട്ടിൽ ഗവർണർ നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കുറെ കാലമായിട്ട് നമ്മളെ കുറിച്ച് ഒരു വിമർശനമുണ്ട്. എന്താണത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങളെ താങ്ങുന്നവരാണ്. നമ്മളെ കുറിച്ച് ഈ നാട്ടിൽ പറഞ്ഞവരുണ്ട്. ഇപ്പൊ മറ്റൊരു കൂട്ടർ പറയണു, ഈ പാർട്ടി RSSന് കൂട്ടിക്കൊടുക്കുന്നവരാണ്, ഈ പാർട്ടി RSSന് വിടുപണി ചെയ്യണവരാണ്. അവിടെ നരേന്ദ്രമോദിയാണ്, ഇവിടെ പിണറായി മോഡിയാണ് എന്ന് ചിലർ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്. അവരോട് ഞങ്ങൾ കൂടുതലൊന്നും പറയണില്ല. ഒറ്റ കാര്യം മാത്രം ഞങ്ങൾ പറയാം, ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം നിങ്ങൾ കുറെ അപ്രത്യക്ഷ കാലത്തേക്കൊന്നും പോണ്ട. ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളുടെ നിലപാടുണ്ട്. അത് ലോകത്തെവിടെയാലും ഒരു നിലപാടാണ്. അത് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെല്ലാം ഉള്ള നിലപാടാണ്. അവിടെ അരികുവൽക്കരിക്കപ്പെടുന്നവർ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, ചവിട്ടിമെതിക്കപ്പെടുന്നവർ, അവരോട് ഈ പ്രസ്ഥാനം ഐക്യപ്പെടും. ബംഗ്ലാദേശിന്റെ തെരുവിൽ മുസ്ലിം തീവ്രവാദികൾ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു സഹോദരങ്ങൾക്കെതിരെ ആക്രമം അഴിച്ചുവിടുമ്പോ ഈ നാടിന്റെ തെരുവിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ഐക്യപ്പെടുന്ന ഒറ്റ പ്രസ്ഥാനമേ ഉള്ളൂ. ആ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. നിങ്ങൾ നോക്കൂ, ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് ഹാളിന്റെ മുമ്പിലേക്ക് വന്നൊരു സമരം ഈ നാട്ടിലെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. ലീഗേരനെയും കോൺഗ്രസ്സുകാരനെയും ഈ നാട്ടിൽ വലതുപക്ഷം നിൽക്കുന്നവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചു പറയാണ്. അവിടെ സെനറ്റ് ഹാളിന്റെ മുമ്പിൽ സമരം ഉണ്ടായി. വിദ്യാർത്ഥി പ്രതിനിധികൾ വന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവര്, അധ്യാപക പ്രതിനിധികൾ വന്നു, തദ്ദേശ സ്ഥാപനങ്ങളെ പ്രതിനിധികൾ വന്നു, SFIന്റെ കുട്ടികൾ അവരെ കടത്തിവിട്ടു. മൂന്നാമതൊരു കൂട്ടർ വന്നു, നല്ല പളപള്ള കതറുടുത്ത് ഈ സംഘി ഗവർണറെ കത്തുമായിട്ട് കോൺഗ്രസിന്റെ ആൾക്കാർ വന്നപ്പോ SFIയുടെ കുട്ടികൾ പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയുന്നുണ്ട്, കള്ളലക്ഷണുണ്ട്, കണ്ട കോൺഗ്രസ് ആണ്, RSSന്റെ കത്തും കൊണ്ടാ വന്നത്, നാണോ മാനോ നിങ്ങൾക്കില്ല, എന്നാലും നിങ്ങൾ അകത്തേക്ക് കടന്നോ. കോൺഗ്രസ് അകത്തേക്ക് കടത്തി. പിന്നൊരു കൂട്ടർ വന്നു, ലീഗേരാണ്, പളവളപ്പിന്റെ പച്ചപ്പുണ്ട്. ഇവര് വന്നപ്പോ അവരോടും SFIയുടെ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾക്ക് നാണോ മാനോ ഇല്ല, എന്നാലും നിങ്ങൾ അകത്തേക്ക് കടന്നോ. ഇവിടെ ഞങ്ങളെ എതിർക്കണവരുണ്ടല്ലോ, ഞങ്ങള് ഹിന്ദുത്വത്തിന് RSSന് വിടുപണി ചെയ്യണമെന്നുള്ള പുളിച്ചിപ്പൊന്നാരം ഈ നാട്ടിൽ പറയുന്നവരുണ്ടല്ലോ, അവരോട് ഞങ്ങൾ പറയാണ്, ഈ താനൂരങ്ങാടിയില് ഒരു DYFIയുടെ മെമ്പർ വേണ്ട, ഇതുപോലൊരു RSSന്റെ കത്തുമായിട്ട് ഒരു സ്ഥാനം കിട്ടുന്നു വന്ന നാണല്ലാതെ ഞങ്ങളുടെ ബാലസംഘത്തിന്റെ ഒരു കുട്ടി വന്ന് നിൽക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? കോൺഗ്രസും ലീഗോടെ വന്ന് നിന്നു. നിങ്ങൾ നോക്കി, അത് കഴിഞ്ഞിട്ട് ഈ RSSന്റെ കത്തുമായിട്ട് കയ്യിൽ കെട്ടുകെട്ടി കക്ഷത്ത് ഇഷ്ടിക വെച്ച് നെഞ്ചിന്റെ അളവ് കൂട്ടി RSS വന്നപ്പോ ഞങ്ങളുടെ SFIന്റെ കുട്ടിയോട് ആൺപെൺ വ്യത്യാസമില്ലാതെ ആ സമരത്തിന്റെ മുമ്പിൽ നിന്നൊരു നിൽപ്പുണ്ട്. ആ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ RSS ആണ്, നിങ്ങൾ പുറത്തേക്ക് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിനെയും ലീഗിനെയും അകത്തേക്ക് കടത്തിയിട്ട് RSSനെ പുറത്തു നിർത്തിയ ഞങ്ങളുടെ SFIന്റെ കുട്ടികൾ ഉയർത്തിയ ആ രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ
ആ രാഷ്ട്രീയം RSSന്റെ ശാഖയ്ക്ക് കാവല് നിൽക്കണ സുധാകരനും VD സവർക്കറും മുമ്പില് മെഴുകുതിരി കൊളുത്തുന്ന സതീശനും ശോഭയാത്രയ്ക്ക് നിലവിളക്ക് കൊളുത്താൻ പോയ മുനീർ സാഹിബിനും 100 ജന്മം ജനിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. ഈ നാട് അത് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ കേരളത്തിൽ മൗദൂദികൾ, ജമാഅത്ത് ഇസ്ലാമികൾ, വെൽഫെയർ പാർട്ടിക്കാർ, മുസ്ലിം ലീഗുകാർ, കോൺഗ്രസ്, RSS എല്ലാവരും ചേർന്ന് ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ, കേരളത്തെ തകർക്കാൻ കോപ്പുകൂട്ടാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു. ചേലക്കരയിൽ ഉണ്ടാക്കാൻ നോക്കി. കേരളത്തിലെ പ്രബുദ്ധരായ ചേലക്കരയിലെ ജനത അവിടെ ചെറുത്തു നിന്നു. പ്രിയപ്പെട്ടവരെ, 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ ചിലരെല്ലാം നടത്തുമ്പോൾ കാണണം. എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്? ഈ കേരളം ഇന്ത്യയിലൊരു ബദലാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോ 1992 ഡിസംബർ 6 കഴിഞ്ഞു. ബാബറി മസ്ജിദിന്റെ തകർച്ച കഴിഞ്ഞു. അവിടേക്ക് ഈ രാജ്യം കടന്നു വന്ന ഒരു വഴി ഞാൻ വിശദീകരിക്കുന്നില്ല. അന്ന് 1991 ഇവിടെ പാസ്സായ ഒരു നിയമമുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ നിലവിലുള്ള ആരാധനാലയങ്ങളിൽ അന്നത്തെ എന്താണോ സാഹചര്യം അത് നിലനിർത്തുക എന്നൊരു നിയമം. ആ നിയമത്തെ കാറ്റിൽ പറത്തി വടക്കേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ, ഈ തമിഴ്നാട്ടിലെ മധുര ഉൾപ്പെടെ, അജ്മീർ ദർഗ ഉൾപ്പെടെ, UP-യിലെ സമ്പൽ ഉൾപ്പെടെ, പ്രിയപ്പെട്ടവരെ, നിരവധിയായ ആരാധനാലയങ്ങളുടെ അടിത്തറ തോണ്ടാൻ, സർവേ കല്ലിളക്കാൻ, അവിടെ എവിടെയെങ്കിലും പഴയ അമ്പലത്തിന്റെ അവശിഷ്ടമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സംഘപരിവാരം ഈ രാജ്യത്തിന്റെ തെരുവിൽ കോപ്പുകൂട്ടുകയാണ്. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ആരാധനാലയത്തിന്റെ ഒരു അടിക്കല്ലിളക്കാൻ, അവിടെ ജുമായ കൂടുന്ന സമയത്ത് അവിടേക്കൊന്ന് കടന്നു വരാൻ, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കാൻ, ഈ കേരളത്തിന്റെ തെരുവിൽ ബീഫ് കച്ചവടം നടത്തുന്ന മനുഷ്യനെ ആക്രമിക്കാൻ, ഭക്ഷണം കഴിച്ചതിന്റെ ഒരാളെ കൊല്ലാൻ, നോമ്പെടുക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് ഒരു അര ചപ്പാത്തി തിരുകാൻ ഈ കേരളത്തിന്റെ തെരുവിൽ സംഘപരിവാരത്തിന്, RSSന് ഈ കേരളത്തിന്റെ തെരുവിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള കേരളത്തിൽ RSSന് കഴിയാതിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ തേങ്ങാപ്പൂളുള്ള പച്ചക്കൊടി കൊണ്ടല്ല, ഈ നാട്ടിലെ വെൽഫെയർ പാർട്ടിക്കാരന്റെ, സൂഡാപ്പിക്കാരന്റെ വടിവാളിന്റെ ബലം കൊണ്ടല്ല, സഖാവ് EMSന്റെ അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത ചെങ്കൊടിയുടെ കരുത്തുകൊണ്ടാണ് എന്ന് ഈ നാടിനറിയും. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രം നോക്കൂ. 3000-ലധികം വരുന്ന മുസ്ലിം സഹോദരങ്ങളെ ഗുജറാത്തിന്റെ തെരുവിൽ കൊന്നു തള്ളിയപ്പോ കിട്ടിയ ജീവനും കൊണ്ട് പെറ്റുവീണ മണ്ണിൽ നിന്ന് ഓടിപ്പോന്ന് മുംബൈയിലെ ഛത്രപതി റെയിൽവേ ടെർമിനൽ വന്നിറങ്ങുമ്പോ തൃശൂലവുമായി ശിവസേനക്കാരൻ ആക്രമിക്കാൻ വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തൊഴുകൈകളോടെ കണ്ണിൽ നിന്ന് ചോരയിറ്റ് വീഴുന്നത് പോലെ ഒരു ചിത്രം ഈ നാട്ടിലെ ആളുകൾ മറന്നിട്ടുണ്ടാവില്ല. ആ മനുഷ്യന്റെ പേര് താനൂരിലെ ലീഗ് മറന്നിട്ടുണ്ടാവും, ഞങ്ങൾ മറന്നിട്ടില്ല. ആ മനുഷ്യന്റെ പേര് കുത്ബുദ്ദീൻ അൻസാരി എന്നാണ്. ആ മനുഷ്യനെ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയുടെ മുസ്ലിം ലീഗ് അല്ല 35 കൊല്ലം ഭരിച്ചിട്ട് എന്താ നേടിയത് എന്ന് ഇപ്പൊ ചോദിക്കണവരുണ്ടല്ലോ. ആ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ചെങ്കൊടിയുടെ പ്രസ്ഥാനമാണ് ഈ കുത്ബുദ്ദീൻ അൻസാരിയെ 2 കൈയും നീട്ടി സ്വീകരിച്ചത് എന്ന് ഈ നാടിനറിയും. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. ഈ കേരളത്തിന് ഇനിയും മുന്നോട്ട് പോകണം. നമ്മുടെ ബദല് ഈ നാട്ടിൽ നിലനിൽക്കണം. ഈ പ്രസ്ഥാനം രക്തസാക്ഷികളുടെ, പോരാളികളുടെ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം പിന്തിരിഞ്ഞു പോകുന്ന പ്രസ്ഥാനമല്ല. നമുക്കറിയാം, ഇന്നു കാണുന്ന ഒരു കേരളം ഉണ്ടാകാൻ ജീവിതം കൊണ്ട്, ചോര കൊണ്ട് ചരിത്രമെഴുതിയ ധീരന്മാരുടെ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. കയ്യൂരിലും കരുവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും പാടിക്കുന്നിലും വഞ്ചിയത്തും, പ്രിയപ്പെട്ടവരെ, കാവുമ്പായിലും ഉൾപ്പെടെ രണധീരന്മാർ ഈ നാടിന്റെ ചരിത്രത്തെ ചുവപ്പിച്ചു പോയിട്ടുണ്ട്. ക്ഷാമം കൊടികുത്തി വാണ കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിച്ചത്
ജന്മിത്തമ്പുരാക്കന്മാരുടെ പടിപ്പുരകൾ അടിച്ചു പൊളിക്കണം, അകത്തു കടക്കണം, പത്തായങ്ങൾ കുത്തി തുറക്കണം, നെല്ലെടുക്കണം, പട്ടിണിക്കാരന് വിതരണം ചെയ്യണം, പട്ടിണി മാറ്റണം. ഈ തീരുമാനമെടുത്തപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഒരു സമരം നടന്നപ്പോ ആ സമരത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം എന്ന് പറയുന്ന ഒരു ഗ്രാമം ഈ നാടിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. പോലീസ് ക്യാമ്പൊരുക്കി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചപ്പോ ഒളിവിൽ പോയ ഏറ്റവും ഉചിരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അരയിലൊരു ചെങ്കൊടി തിരുകി ഒഞ്ചിയത്തെ ലോക്കപ്പ് ഭിത്തിയിലേക്ക് ക്യാമ്പിലേക്ക് കടന്നു വന്ന് പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടത്, സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിടണം. അവിടെ അറസ്റ്റ് ചെയ്ത് തുരുതുരമർദ്ദിച്ച് ജീവിതം തിരിച്ചു കിട്ടി. ഓർമ്മ തിരിച്ചു വന്നപ്പോ സ്വന്തം ശരീരത്തിൽ നിന്ന്, സഖാക്കളുടെ ശരീരങ്ങളിൽ നിന്ന് ചിതറിത്തെറിച്ച് പരന്നൊഴുകിയ ചുടുചോരയിൽ വലത് കൈമുക്കി ആ ലോക്കപ്പ് ഭിത്തിയിൽ ലോകത്തെ തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന്റെ അടയാളമായ അരിവാളും ചുറ്റികയും വരഞ്ഞുപോയ മണ്ടോടി കണ്ണന്റെ പ്രസ്ഥാനത്തിന് ചരമക്കുറിപ്പെഴുതാൻ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മാധ്യമ പുങ്കവന്മാരും ഇവിടെ ജനിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഒരു തർക്കവും വേണ്ട. നമുക്കറിയാം 35 കൊല്ലം മുമ്പ്, 40 കൊല്ലം മുമ്പ് നമ്മുടെ ഇടവഴികളിൽ 70 വയസ്സായ മനുഷ്യൻ എങ്ങനെയാണ് നടന്നുപോയത് എന്നൊരു ചോദ്യമുണ്ട്. വടികുത്തി, വൈക്കോൽ വടി വളഞ്ഞതുപോലെ നടുവളഞ്ഞ്, ഇങ്ങനെ നടുവളഞ്ഞ് വടികുത്തി ഈ നാട്ടിലെ മനുഷ്യൻ നടന്നു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയം ആരംഭിക്കണം. നമ്മുടെ കുട്ടികളോട് ഈ നാടിന്റെ ചരിത്രം പറയണം. 50 കൊല്ലം മുമ്പ് നമ്മുടെ വീടെന്തായിരുന്നു? നമ്മുടെ അടുക്കള എങ്ങനെയായിരുന്നു? നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്? നമ്മൾ എന്ത് ജോലിക്കാണ് പോയത്? എന്ത് ജോലിയാണ്, എന്ത് വരുമാനമാണ് ഉണ്ടായത്? ഈ റോഡിലൂടെ ആരാണ് നടന്നത്? ആരാണ് പള്ളിക്കൂടത്തിൽ പഠിച്ചത്? ആരാണ് അമ്പലത്തിലേക്ക് പോയത്? ഈ നാട്ടിലെ ജനങ്ങളെ നിരന്തരമായി തുടർച്ചയായി നമുക്ക് പഠിപ്പിക്കാനാകണം. അങ്ങനെ പഠിപ്പിക്കുമ്പോ നമുക്കൊരു ഉത്തരം കിട്ടും. ഈ നാടിനൊരു ചരിത്രമുണ്ടെന്ന്, ആ ചരിത്രത്തിനൊരു നിറമുണ്ടെന്ന്, ആ നിറം ചോര ചുവപ്പാണെന്ന്. പ്രിയപ്പെട്ടവരെ, 40 കൊല്ലം മുമ്പ് 70 വയസ്സായ മനുഷ്യൻ 110 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ ജനിച്ചവനാണ്. ഇന്നു കാണുന്ന താനൂർ അന്നില്ല, ഇന്നു കാണുന്ന ഗ്രാമങ്ങളില്ല, ഇന്നു കാണുന്ന കടപ്പുറങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പ് പറഞ്ഞ ജാതി ജന്മി നാടുവാഴിത്തത്തിന്റെ കാലത്ത് പകലന്തിയോളം പണിയെടുത്ത് നടുവളച്ച് തലകുനിച്ച് ഇങ്ങനെ വളഞ്ഞുപോയ മനുഷ്യൻ പകലന്തിയോളം പണിയെടുത്ത് സൂര്യൻ അസ്തമിക്കുമ്പോ കീറിയ തോർത്തുമുണ്ടിന്റെ തലപ്പിൽ മുന്നാടി പച്ചനെല്ല് കൂലി വാങ്ങി അവനവന്റെ ചാളയിലേക്ക് കടന്നു വരുമ്പോ തളർന്നുറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ഇത് വറത്തുകുത്തി കഞ്ഞി വെക്കാൻ ഇന്നത്തെ സൗകര്യങ്ങളില്ലാതെ കുഴിയെടുപ്പിൽ വിറക് കത്തിക്കാൻ മുതുകു വളച്ച് ഡൈനിങ് ടേബിൾ ഇല്ലാതെ നിലത്ത് വിളമ്പാൻ മുതുകു വളച്ച് ഇന്നത്തേതുപോലെ കട്ടിലും പട്ടുമെത്തയുമില്ലാതെ ചാണകമടിച്ച നിലത്ത് നഷ്ടപ്പാതിരക്ക് നടുനിവർത്തുന്നത് വരെ തലകുനിക്കാനും നടുവളയ്ക്കാനും മാത്രം വിധിക്കപ്പെട്ട മനുഷ്യരോട് ഒരു തമ്പുരാക്കന്മാരുടെയും മുന്നിൽ തലകുനിക്കില്ല, നടുവളക്കില്ല എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനം സഖാവ് കൃഷ്ണപിള്ളയുടെ പ്രസ്ഥാനം CPIM ആണ് എന്ന് ഈ നാടിനെ നമുക്ക് ഓർമ്മപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഈ കേരളം ഏറ്റവും ഉജ്ജ്വലമായ വേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. K-ഫോൺ യാഥാർത്ഥ്യമാകുന്നു, കൊച്ചി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാകുന്നു. നമുക്കറിയാം, ഇവിടെ കൊച്ചിയിലെ കായലിൽ നിന്ന് മൂന്നാറിലെ മാട്ടുപെട്ടിയിലേക്ക് സീപ്ലെയിൻ പറന്നിറങ്ങുന്നു. നമുക്കറിയാം, 8 പേര് ദേശീയപാതയുടെ ആദ്യ റീച്ചിന്റെ പണി പൂർത്തീകരിക്കുന്നു. നമുക്കറിയാം, മലയോര ഹൈവേയുടെ പണി നടക്കുന്നു, തീരദേശ ഹൈവേ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ അറബിക്കടലോരം ചേർന്ന് ഒരു ജലപാത ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നു. ഇത് യാഥാർത്ഥ്യമാകുമ്പോ 25 കിലോമീറ്റർ ഇടവിട്ട് പ്രാദേശിക ഭക്ഷണക്രമങ്ങളുടെ, ആചാരരീതികളുടെ, ജീവിതക്രമങ്ങളുടെ, കലാസപര്യകളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക ടൂറിസം ഹബ്ബായി കേരളത്തിന്റെ തീരദേശ മേഖലയെ രൂപാന്തരപ്പെടുത്തുമ്പോ ലോകത്ത് 15 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി ഇപ്പോൾ തന്നെ ലോക വിനോദസഞ്ചാരികൾ ആദ്യം കാണേണ്ട 15 ഇടങ്ങളിൽ ഒരിടമായി ഈ കേരളം മാറുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ ജലപാതയുടെ വരവോടുകൂടി ഈ ലോകത്തെ വിനോദസഞ്ചാരികളുടെ പറുദീസയായി ഈ കേരളത്തെ മാറ്റി ആഭ്യന്തര ഉൽപാദനവും ആഭ്യന്തര വരുമാനവും വർദ്ധിപ്പിച്ച് ഈ കേരളം കുതിച്ചു മുന്നേറുക തന്നെ ചെയ്യും. ആധുനിക കേരളത്തെ വരച്ചിടുന്നതിന് വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം 69ന്റെ അവസാനം ആലപ്പുഴയുടെ മണ്ണിൽ മഹാനായ ഒരു മനുഷ്യൻ നടത്തിയത് നമുക്കറിയും. ആ മനുഷ്യൻ പറഞ്ഞു,
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ടാലും ഇല്ലെങ്കിലും നടപ്പിലാക്കിയതായി ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം കേട്ട് അങ്ങ് വടക്ക് പാച്ചേനി കുഞ്ഞിരാമനും കണാരേട്ടനും സഖാവ് സൈതാലിക്കുട്ടിയും KM ബാവയും പാലൊളി മുഹമ്മദ് കുട്ടിയും ആലത്തൂർ അർക്കയും കുഞ്ഞിരാമൻ മാഷും വാമനൻ നമ്പൂതിരിയും മാമക്കുട്ടിയും AP വർക്കിയും PK ചന്ദ്രാനന്ദനും അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിച്ചഭൂമിയിൽ പ്രവേശിച്ച് ചെങ്കൊടി നാട്ടി കുടില് കെട്ടി ഭൂരഹിതന്റെ മണ്ണിന് വേണ്ടി സമരത്തിന്റെ മുൻനിരയിൽ മുടവൻ മുഗൾ കൊട്ടാരത്തിന്റെ മതിൽ കെട്ട് ചാടി ഇതാണ് മിച്ചഭൂമി എന്ന് പ്രഖ്യാപിച്ച് സമരം നടത്തി. പോലീസ് പിടിച്ചു കൊണ്ടുപോയി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടപ്പോ എന്റെ സഖാക്കളെ വിട്ടുകിട്ടാതെ ഞാൻ തിരിച്ചു പോകില്ലെന്ന് പ്രഖ്യാപിച്ച് വക്കീലില്ലാതെ കേസ് ബാധിച്ച് പിൽക്കാല ചരിത്രത്തിൽ അമരാവതിയിൽ ചുരുളി കീരിത്തോട്ടിൽ കുടിയൊഴിപ്പിക്കലെതിരെ സമരത്തിന് നേതൃത്വം നൽകി. പഞ്ചാബിലെ ഗോതമ്പ് കർഷകന്റെ മോചന പോരാട്ടത്തിന് മുണ്ടുമടക്കി കുത്തി തെരുവിലിറങ്ങി. അടിയന്തരാവസ്ഥാനന്തരം ഇന്ത്യൻ പാർലമെന്റിൽ കയറി ഈ ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗം നടത്തി തിരിച്ചു പോന്ന് പിൽക്കാല ചരിത്രത്തിൽ പാവങ്ങളുടെ പടത്തലവനെന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സഖാവ് AKജിയുടെ കരുത്താണ് CPIM എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രഖ്യാപിക്കണം. നമുക്ക് മുമ്പേ നടന്നു പോയവർ ധീരരക്തസാക്ഷികൾ. നമുക്കറിയാം 3 പതിറ്റാണ്ട് കാലം 29 കൊല്ലവും 10 മാസവും 3 ദിവസവും സുഷുമ്ന നാടി തകർന്ന് കൂത്തുപറമ്പിന്റെ തെരുവിൽ 94 നവംബർ 25 തീ തുപ്പിയ തോക്കിന്റെ മുന്നിൽ തളർന്നു വീണിട്ടും പ്രിയപ്പെട്ടവരെ തകർന്നു പോകാതെ 3 പതിറ്റാണ്ട് കാലത്തിന്റെ ആദ്യകാലങ്ങളിൽ ഏട്ടന്റെ മകൻ നിവർത്തിപ്പിടിച്ച ദേശാഭിമാനി പത്രത്തിലേക്ക് കൺതുറന്ന് ലോകം കണ്ട മനുഷ്യൻ ആധുനിക വൈദ്യശാസ്ത്രത്തെ അമ്പരപ്പിച്ച് മരണത്തിന്റെ മുഖത്ത് ചവിട്ടി 3 പതിറ്റാണ്ട് കാലം പോരാളികളുടെ പോരാളിയായി ഈറനണിയാതെ ഒരു ജനപക്ഷ പോരാട്ടത്തെയും തള്ളിപ്പളയാതെ ഈ പ്രസ്ഥാനത്തിന്റെ ലോകത്തെ മനുഷ്യപക്ഷ പോരാട്ടത്തിന്റെ സൂര്യശോഭയായി നിന്ന മേനപ്രത്ത് ചൊക്ലിയിലെ സഖാവ് പുഷ്പനേക്കാൾ വലിയ ഒരു പ്രമാണിയുടെയും മുന്നിൽ ഈ പ്രസ്ഥാനം ഈ പതാക താഴ്ത്തുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ പൂർവ്വസൂരികളെ സാക്ഷി നിർത്തി നമുക്ക് പ്രഖ്യാപിക്കാനാകണം. നമുക്ക് മുമ്പേ നടന്നു പോയവരുണ്ട്, നമ്മുടെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തവർ, പോയ കാലത്ത് ഇവിടെ ആദരിക്കപ്പെട്ടവർ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചെങ്കൊടിക്ക് വേണ്ടി ഈ നാട്ടിൽ പ്രവർത്തിച്ചവർ, ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ച്, മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ച്, തോട്ടം തൊഴിലാളികളിലേക്ക് ചെന്ന്, പാടവരമ്പിലേക്ക് ചെന്ന്, അസംഘടിതരിലേക്ക് പടർന്ന് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയവർ, പകലന്തിയോളം പണിയെടുത്ത് വൈകുന്നേരങ്ങളിൽ ഒരു ചെങ്കൊടി കെട്ടാൻ, ചീമൊക്കൊന്നയുടെ കമ്പ് കെട്ടാൻ കാട്ടിലേക്ക് പോയവർ, എഴുതിയുണ്ടാക്കിയ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ബാക്കി വന്ന മൈദ ഉടുമുണ്ടിൽ തുടച്ച് ഇങ്ങനെ നിന്നവർ, ഒരു കാലി ചായ കുടിക്കാൻ പോലും കഴിവതില്ലാത്ത കാലത്തും ഉടുമുണ്ട് മുറുക്കി ഉടുത്ത് ഈ നാടിന്റെ തെരുവിൽ നടന്നവർ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഇടപെട്ട് സംസാരിച്ചവർ, 2 വീട്ടുകാർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോ മധ്യസ്ഥം പറഞ്ഞവർ, നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് ഒരു വഴി വീതി കൂട്ടാൻ 2 അടി സ്ഥലം വേണം, എല്ലാവരെയും കൂട്ടിയിരുത്തി അവിടെ സംസാരിച്ചവർ, മക്കൾക്ക് വിദ്യാഭ്യാസം അഡ്മിഷൻ വേണം, രക്ഷിതാക്കളോടൊപ്പം അവിടേക്ക് ചെന്നവർ, പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ടെന്ന് പറയുമ്പോൾ ആളെ കൂട്ടി സ്റ്റേഷനിലേക്ക് പാഞ്ഞവർ, പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ ഉപ്പായവർ, ജനങ്ങളുടെ നീളലായവർ, അവരോടൊപ്പം നിന്നവർ, ഈ നാട്ടിൽ പതിതപക്ഷത്തിനു വേണ്ടി പടനയിക്കാൻ മുട്ടി ചുരുട്ടാൻ ഈ നാടിന്റെ തെരുവിൽ ഇൻകുലാബിന്റെ ഇടിമുഴക്കം തീർക്കാൻ നമുക്ക് മുമ്പേ കടന്നുപോയവരുണ്ട്. പഞ്ചായത്ത് മെമ്പർ ആകാനല്ല, സഹകരണ ബാങ്കിൽ ജോലി നേടാനല്ല, ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്കല്ല, വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഇല്ല, ലൈക്കും ഷെയറും ഇല്ലാത്ത കാലത്ത് ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന പരശതം വരുന്ന നിരവധിയായ പോരാളികളുണ്ട്. അവരുടേതാണ് ഈ പ്രസ്ഥാനം. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന കാലത്തും തൂക്കിലേറ്റാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കുമ്പോൾ സമാധാനിപ്പിക്കാൻ തന്ന കമ്മ്യൂണിസ്റ്റ് പോരാളികളോട് ഞങ്ങൾക്ക് സങ്കടമില്ല സഖാവേ, ഞങ്ങളുടെ വീടുകളിലേക്ക് പോകണം, അവിടെ എൻ്റെ പെറ്റ ഉമ്മയുണ്ട്, എൻ്റെ പറക്കമിറ്റാത്ത സഹോദരങ്ങളുണ്ട്, അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയില്ല, അവരേത് പഠിപ്പിക്കണം, അവരെ കർഷക സംഘത്തിൽ ചേർക്കണം. രണ്ടാമതൊരു ജന്മമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ജന്മമുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിൽ തന്നെ ജനിക്കണം, ഈ ചെങ്കൊടി തന്നെ പിടിക്കണം, ഈ പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കണം. അന്നും വെള്ളക്കാരുണ്ടെങ്കിൽ ഇവരുടെ കഴുമരത്തിലേക്ക് ഇതുപോലെ ഇങ്ങനെ പുഞ്ചിരിച്ച് ഈ വലത് കൈ മുട്ടി ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് എനിക്ക് നടന്നു പോകണം എന്ന് പ്രഖ്യാപിച്ച പള്ളിക്കൽ അബൂബക്കറിന്റെ പ്രസ്ഥാനമാണ് ഈ CPIM എന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രഖ്യാപിക്കണം. വരുംകാല സമയങ്ങളിൽ ഈ സമ്മേളനാനന്തരം ഈ നാടിന്റെ തെരുവുകളിൽ ഉയർന്നു പൊങ്ങുന്ന ജനപക്ഷ പോരാട്ടങ്ങളിൽ ഇരമ്പി മറയേണ്ട വിജയ പതാകകളാകേണ്ട അഭിമാന പതാകയുണ്ട്. ആ പതാക 1979 ഈ താനൂരിന്റെ മണ്ണിൽ വർഗീയ ഫാസിസത്തിന്റെ കടാരമുനയ്ക്ക് മുന്നിൽ
പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ മുഖത്ത് ചവിട്ടി അനശ്വരതയിലേക്ക് പോയ സഖാവ് ദാമുവിന്റെ ചങ്കിലെ ചോര കൊണ്ട് ചോര ചുവപ്പാർന്ന ഈ രക്തപതാകയാണെന്ന് പ്രിയപ്പെട്ടവരെ, ഈ ഏറനാടിന്റെ വിപ്ലവകാരി സഖാവ് കുഞ്ഞാലിയുടെ ചോര കൊണ്ട് ചോര ചുവപ്പാർന്ന ഈ രക്തപതാക താനൂരിൽ, തിരൂരിൽ, തവനൂരിൽ, എടപ്പാളിൽ, മഞ്ചേരിയിൽ, നിലമ്പൂരിൽ, എടക്കരയിൽ, ഈ മലപ്പുറത്തിന്റെ ഗ്രാമവീഥികളിൽ ഉയർന്നു പാറാൻ ആവേശമാകുന്ന സായാഹ്നമായി ഈ സായാഹ്നങ്ങൾ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഖാക്കളെ, ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, നിങ്ങളെ കാണാൻ കഴിഞ്ഞുള്ള അഭിമാനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽ സലാം.